വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സമൂവേലിന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം. ദാവീദിന്റെ സമാപന വചസ്സുകളാണിവ. ജസ്സയുടെ പുത്രൻ ദാവീദിന്റെ അരുൾപ്പാട്. യാക്കോബിൻ ദൈവത്തിന്റെ അഭിഷിക്തന്റെ ഉന്നതസ്ഥാനീയനായ വീരപുരുഷന്റെ അരുൾപ്പാട്. ഇസ്രായേലിന്റെ മോഹന വിജയഗീതങ്ങൾ. കർത്താവിന്റെ അരൂപി എന്നിലൂടെ സംസാരിക്കുന്നു. എന്റെ നാവിന്മേൽ അവിടുത്തെ ചൊല്ലാണുള്ളത്. ഇസ്രായേലിന്റെ ദൈവം അരുൾ ചെയ്തു. ഇസ്രായേലിന്റെ ശില എന്നോട് സംസാരിച്ചു. മനുഷ്യർക്കിടയിൽ ഭരിക്കുന്ന നീതിമാൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ, സൂര്യൻ ഉദിക്കുമ്പോഴുള്ള പ്രഭാതത്തിന്റെ, മേഘരഹിതമായ ഒരു പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാണ്. വെയിലിൽ നിന്ന് മഴയിൽ നിന്ന് വരുന്ന ഒരു ഭൂസസ്യജാലം പോലെ. എന്റെ ഭവനം ദൈവത്തോടൊത്ത് അങ്ങനെയായിരുന്നല്ലോ. തീർച്ചയായും അവിടുന്നാണ് എനിക്കായി സർവദാ ക്രമവത്കൃതവും സംരക്ഷിതവുമായ ഒരു ശാശ്വത ഉടമ്പടി സ്ഥാപിച്ചത്. ആകയാൽ എന്റെ ഓരോ വിജയവും ഓരോ അഭിലാഷവും അവിടുന്ന് പൂവണിയിക്കാതിരിക്കുമോ? കൊള്ളരുതാത്തവൻ മുള്ളുപോലെയാണ്. അവരെല്ലാം ആട്ടി ഓടിക്കപ്പെടുന്നു. അവ കൈകൊണ്ട് എടുക്കപ്പെടുകയില്ലല്ലോ. അവയെ തൊടുന്നയാൾ ഇരുമ്പിനാലും കുന്തത്തടിയാലും നിറയപ്പെട്ടിരിക്കും. അവ തൽസ്ഥാനത്ത് തന്നെ തീയിൽ പൂർണ്ണമായും കത്തിക്കപ്പെടും. ദാവീദിനുണ്ടായിരുന്ന വീരയോദ്ധാക്കളുടെ പേരുകൾ ഇവയാണ്. തഹ്കെമോൻകാരനായ യോശെബ് ബാശബത്ത്. മൂവരിൽ പ്രധാനിയായ അവൻ ഒറ്റ പ്രാവശ്യം 800 നിഹിതരുടെ മേൽ തന്റെ കുന്തത്തിന്റെ ആർത്തി തീർത്തവനാണ്. അവനുശേഷം അഹോഹ്യനായ ദോദിയുടെ മകൻ എലയാസർ. ഫിലിസ്തീയക്കാർ അവിടെ യുദ്ധത്തിനായി സമ്മേളിച്ചപ്പോൾ അവരെ ഇലഭ്യരാക്കുന്നതിൽ ദാവീദിനോട് കൂടെയുണ്ടായിരുന്ന 3 യോദ്ധാക്കളിൽപ്പെട്ടവനാണവൻ. ഇസ്രായേൽ പൗരന്മാർ പിന്മാറിയപ്പോൾ അവൻ എഴുന്നേറ്റ് തന്റെ കൈ തളരും വരെ ഫിലിസ്തീയക്കാരെ പ്രഹരിച്ചു. അവന്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയിരുന്നു. വലിയ രക്ഷയാണ് കർത്താവ് അന്ന് പ്രവർത്തിച്ചത്. അതിനുശേഷം കൊള്ളയടിക്കാൻ മാത്രം ജനം മടങ്ങി വന്നു. അവനുശേഷം ഹാറാറുകാരൻ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്തീയക്കാർ ലഹയ്യായിൽ കൂട്ടം കൂടി. അവിടെ ചെറുപയർ ഇടതൂർന്നു നിന്ന അവകാശ വസ്തുവായ ഒരു വയലുണ്ടായിരുന്നു. ജനം ഫിലിസ്തീയക്കാരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ ആ അവകാശ വസ്തുവിന് നടുവിൽ നിലയുറപ്പിച്ച് അതിനെ മോചിപ്പിക്കുകയും ഫിലിസ്തീയക്കാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വൻ വിജയമാണ് കർത്താവ് നടപ്പിലാക്കിയത്. 30 തലവന്മാരിൽ 3 പേർ കൊയ്ത്ത് കാലത്തോടെ അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഫിലിസ്തീയക്കാരുടെ ഒരു കൂട്ടം റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്തീയക്കാരുടെ പടയണി ബെത്ലഹേമിലും. ദാഹാർത്തനായി ദാവീദ് പറഞ്ഞു, കവാടത്തിങ്കിലുള്ള ബെത്ലഹേം കിണറ്റിൽ നിന്ന് ആരെനിക്ക് കുടിവെള്ളം എത്തിക്കും? അപ്പോൾ ആ 3 വീരന്മാർ ഫിലിസ്തീയക്കാരുടെ പാളയത്തിൽ അതിക്രമിച്ചു കടന്ന് കവാടത്തിങ്കിലുള്ള ബെത്ലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരി ചുമന്ന് ദാവീദിന്റെ പക്കൽ കൊണ്ടുവന്നു. എന്നാൽ അത് കുടിക്കാൻ അവൻ വിസമ്മതിച്ചു. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്യാൻ എനിക്കിടയാകാതിരിക്കട്ടെ. സ്വന്തം ജീവനുമായി ചെന്ന ആളുകളുടെ രക്തമല്ലേ ഇത്? അത് കുടിക്കാൻ അവൻ സന്നദ്ധനായില്ല. ഇവയാണ് ആ 3 വീരന്മാർ ചെയ്തത്. സെരൂയായുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായ് 30 പേരുടെ തലവനായിരുന്നു. 300 നിഹിതരുടെ മേൽ കുന്തം ചുഴറ്റിയത് അവനായിരുന്നു. 3 പേർക്കുമൊപ്പം അവനാണ് പേരുണ്ടായിരുന്നത്. 3 പേരെയുംക്കാൾ തീർച്ചയായും അവനായിരുന്നില്ലേ ബഹുമാന്യനായത്. അവൻ അവരുടെ അധിപനായി തീർന്നു. എങ്കിലും അവൻ 3 എത്തിയില്ല. യഹോയാദായുടെ മകൻ ബെനായ കപ്സേലിൽ നിന്നുള്ള ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയും ധീരകൃത്യങ്ങൾക്ക് ഉടമയുമായിരുന്നു. 2 മോവാബ് ശൂരന്മാരെ അവൻ നിഹനിച്ചു. ഒരു ഹിമപാത ദിനത്തിൽ അവൻ ഒരു കുഴിയിൽ ഇറങ്ങിച്ചെന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ദർശന സുഭഗനായ ഒരു ഈജിപ്തുകാരനെയും വധിച്ചു. ആ ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ഈജിപ്തുകാരന്റെ പക്കലേക്ക് അവൻ ഒരു വടിയുമായി ഇറങ്ങിച്ചെന്ന് കുന്തം അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് അയാളുടെ കുന്തം കൊണ്ട് തന്നെ അയാളെ കൊന്നു. ഇവയാണ് യഹോയാദയുടെ മകൻ ബെനായ ചെയ്തത്. അങ്ങനെ 3 വീരന്മാരോടൊപ്പം അവന് പേരുണ്ടായി.
30 പേരേക്കാൾ അവനാണ് ബഹുമാനീയനായത്. എങ്കിലും മറ്റേ 3 എത്തിയില്ല. ദാവീദ് അവനെ തന്റെ സദസ്സിലേക്ക് നിയോഗിച്ചു. 30 പേരിൽ ഉൾപ്പെട്ടിരുന്നവർ യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബെത്ലഹേംകാരൻ ദോദോയുടെ മകൻ എൽഹാനാൻ, ഹാരോദുകാരൻ ഷമ്മ, ഹാരോദുകാരൻ ഏലീക്ക, പൽത്തിക്കാരൻ ഹെലസ്, തെക്കോവാക്കാരൻ ഇക്കേഷിന്റെ മകൻ ഈര, അനത്തോത്തുകാരൻ അബിയേസർ, ഹുഷാത്തുകാരൻ മെബുന്നായ്, അഹോഹുകാരൻ സൽമാൻ, നെത്തോഫാത്തുകാരൻ മഹ്രൈ, നെത്തോഫാത്തുകാരൻ ബാനായുടെ മകൻ ഹേലെബ്, ബെഞ്ചമിന്യരുടെ ഗിബയിൽ നിന്നുള്ള റീബായുടെ മകൻ ഇത്തായി, പിറാത്തോൻകാരൻ ബനാനിയ, ഗാഷിലെ താഴ്വരകളിൽ നിന്നുള്ള ഹിദ്ദൈ, അർബാദുകാരൻ അബിയാബോൽ, ബർഹുംകാരൻ അസ്മാവത്ത്, ഷാൽബോൻകാരൻ എല്ലെഹ്ബ, യാഷിന്റെ പുത്രന്മാർ ജോനാഥൻ, ഹാരാറുകാരൻ ഷമ്മ, ആരാറുകാരൻ ഷറാറിന്റെ മകൻ അഹിയാം, മകാത്യനായ അഹസ്ബായുടെ മകൻ എലഫലത്ത്, ഗിയോൻകാരൻ അഹിത്തോഫെലിന്റെ മകൻ എലിയാം, കാർമൽക്കാരൻ ഹെസ്രോ, അറബുകാരൻ പരായി, സോബായിൽ നിന്നുള്ള നാഥാന്റെ മകൻ യിഗാൽ, ഗാദുകാരൻ ബാനി, അമോൻകാരൻ സെലെക്, സെരൂയായുടെ മകൻ യോവാബിന്റെ ആയുധവാഹകനായ ബറോത്തുകാരൻ നഹ്റായി, ഇത്രാക്കാരൻ ഈര, ഇത്രാക്കാരൻ ഗാരിബ്, ഹേത്തുകാരനായ ഊറിയ എന്നിവർ. ആകെ 37 പേരുണ്ടായിരുന്നു. സാമുവേലിന്റെ 2 പുസ്തകം 24 അധ്യായം. കർത്താവിന്റെ കോപം ഒരിക്കൽ കൂടി ഇസ്രായേൽക്കാർക്കെതിരെ ജ്വലിക്കാനിടയായി. നീ ചെന്ന് ഇസ്രായേൽക്കാരെയും യൂദാക്കാരെയും എണ്ണുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രവർത്തിക്കാൻ അവിടുന്ന് ദാവീദിനെ പ്രേരിപ്പിച്ചു. രാജാവ് തന്നോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യത്തലവൻ യോവാബിനോട് പറഞ്ഞു, എനിക്ക് ജനത്തിന്റെ എണ്ണം അറിയേണ്ടതിനായി നീ ദാൻ മുതൽ ബേർഷെബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് ജനസംഖ്യ എടുത്താലും. എന്നാൽ യോവാബ് രാജാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് മറ്റുള്ളവരെ പോലെ 100 ഇരട്ടിയായി ജനത്തെ വർദ്ധിപ്പിക്കട്ടെ. എന്റെ യജമാനനായ രാജാവിന്റെ കണ്ണുകൾ കാണുകയും ചെയ്യട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് എന്റെ യജമാനനായ രാജാവ് ഇക്കാര്യത്തിൽ തൽപരനായിരിക്കുന്നത്? എന്നാൽ യോവാബിനോടുള്ള രാജശാസനം സൈന്യാധിപന്മാരുടെ മേലും ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ യോവാബും രാജസന്നിധിയിലുള്ള സൈന്യാധിപന്മാരും ഇസ്രായേൽ ജനത്തെ എണ്ണാൻ പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് ഗാദ് താഴ്വര മധ്യയുള്ള പട്ടണത്തിനു തെക്ക് അരോവറിൽ പാളയമടിച്ചു. പിന്നെ യാത്ര യാസറിലേക്കായിരുന്നു. തുടർന്ന് അവർ ഗിലെയാദിലേക്കും ഹൊദ്ഷിയുടെ താഴ്ന്ന പ്രദേശത്തേക്കും ചെന്നു. പിന്നീട് അവർ പോയത് ദാനിയാനിലേക്കും ചുറ്റി വളഞ്ഞ് സീദോനിലേക്കുമാണ്. അനന്തരം അവർ ടൈർ കോട്ടയിലും എല്ലാ ഹിവ്യ കാനാന്യ പട്ടണങ്ങളിലും എത്തി. പിന്നീട് അവർ യൂദായുടെ നെഗബിൽ ബേർഷെബയിലേക്ക് പുറപ്പെട്ടു. അവർ ദേശത്തിലുടനീളം ചുറ്റിക്കറങ്ങി 9 മാസത്തിനും 20 ദിവസത്തിനുമുള്ളിൽ ജെറുസലേമിൽ എത്തിച്ചേർന്നു. യോവാബ് ജനത്തിന്റെ കനീഷുകുമാരി കണക്ക് രാജാവിന്റെ പക്കൽ സമർപ്പിച്ചു. വാളേന്തുന്ന വീരന്മാരായി ഇസ്രായേലിൽ 8 ലക്ഷം പേരുണ്ടായിരുന്നു. യൂദാ പൗരന്മാർ 5 ലക്ഷം പേരും. ജനത്തെ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ചെയ്തത് മഹാപാപമായിപ്പോയി. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ ദാസന്റെ കുറ്റം അവഗണിക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറെ ഭോഷനായിപ്പോയി. ദാവീദ് രാവിലെ എഴുന്നേറ്റു. ദാവീദിന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകന് ഇപ്രകാരം കർത്താവിന്റെ വചനമുണ്ടായി, നീ ചെന്ന് ദാവീദിനോട് പ്രസ്താവിക്കുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ 3 കാര്യങ്ങൾ വെച്ച് നീട്ടുകയാണ്. ഞാൻ നിന്നോട് ചെയ്യേണ്ടതിന് അവയിലൊന്ന് നിനക്കായി തിരഞ്ഞെടുത്തു കൊള്ളുക. ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് 3 വർഷം നിന്റെ ദേശത്ത് ക്ഷാമം വരണമോ, അതോ നിന്നെ പിന്തുടരുന്ന നിന്റെ എതിരാളികൾക്ക് മുൻപിൽ 3 മാസം നീ ഒളിച്ചോടണമോ, അതോ നിന്റെ ദേശത്ത് 3 ദിവസം വസന്ത ഉണ്ടാകണമോ? ഇപ്പോൾ എന്നെ അയച്ചവന് ഞാൻ എന്തു മറുപടി നൽകണമെന്ന് നീ ആലോചിച്ചുറപ്പിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, എനിക്ക് മഹാദുരിതം. കർത്താവിന്റെ കയ്യിൽ നമ്മൾ നിബന്ധിച്ചു കൊള്ളട്ടെ. എന്തെന്നാൽ അവിടുത്തെ ആർദ്രത വലുതാണ്. മറിച്ച് മനുഷ്യന്റെ കയ്യിൽ ഞാൻ പതിക്കാതിരിക്കട്ടെ. അങ്ങനെ ഇസ്രായേലിൽ പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു വസന്ത വരുത്തി. ദാൻ മുതൽ ബേർഷെബ വരെ ജനത്തിൽ നിന്ന് 70,000 പേർ മരിച്ചു. ജെറുസലേം നശിപ്പിക്കാൻ ദൂതൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി പരിതപിച്ചു. ജനത്തിനിടയിൽ വിനാശം വിതച്ചുകൊണ്ടിരുന്ന ദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, ഇപ്പോൾ കൈ പിൻവലിക്കുക. കർത്താവിന്റെ ദൂതൻ ജബൂസുകാരനായ അവർനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. ജനത്തിനിടയിൽ
പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്ന ദൂതനെ കണ്ടപ്പോൾ ദാവീദ് കർത്താവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ, ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് തെറ്റു ചെയ്തത്. ഈ അജഗണം എന്തു ചെയ്തു? അങ്ങയുടെ കൈ സദയം എനിക്കെതിരെയും എൻ്റെ പിതൃഭവനത്തിനെതിരെയും ആയിരിക്കട്ടെ. അന്ന് ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, ജബൂസുകാരനായ അവർണയുടെ മെതിക്കളത്തിൽ കയറി ചെന്ന് കർത്താവിന് ഒരു ബലിപീഠം സ്ഥാപിക്കുക. കർത്താവ് കൽപ്പിച്ച പ്രകാരമുള്ള ഗാദിന്റെ വാക്കനുസരിച്ച് ദാവീദ് കയറി ചെന്നു. അവർണ താഴേക്ക് നോക്കിയപ്പോൾ രാജാവും ദാസന്മാരും തന്റെ അടുത്തേക്ക് കടന്നു വരുന്നത് കണ്ടു. അവൻ ഇറങ്ങിച്ചെന്ന് നിലത്തേക്ക് മുഖം ചേർത്ത് രാജാവിനെ വണങ്ങി. അവർണ ചോദിച്ചു, എന്റെ യജമാനനായ രാജാവ് തന്റെ ദാസന്റെ പക്കലേക്ക് എഴുന്നള്ളിയത് എന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിന്റെ മേൽ നിന്ന് പിൻവലിക്കപ്പെടേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാനായി നിന്റെ മെതിക്കളം വാങ്ങാൻ തന്നെ. അപ്പോൾ അവർണ ദാവീദിനോട് പറഞ്ഞു, യജമാനനായ രാജാവ് അതെടുക്കട്ടെ, അവിടെ തന്റെ ദൃഷ്ടികളിൽ നല്ലത് ഹോമിക്കട്ടെ. നോക്കൂ, ഹോമയാഗത്തിനുള്ള കന്നുകാലിയും വിറകിനുള്ള മെതിചക്രങ്ങളും കന്നുകാലി നുകങ്ങളും. രാജാവേ, അവർണ ഇതെല്ലാം രാജാവിന് സമ്മാനിക്കുന്നു. തുടർന്ന് അവർണ രാജാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നിന്നിൽ സംപ്രീതനാകട്ടെ. രാജാവ് അവർണയോട് പറഞ്ഞു, ഇല്ല, തീർച്ചയായും വിലയ്ക്ക് മാത്രമേ ഞാനിത് നിന്നിൽ നിന്ന് വാങ്ങൂ. എന്റെ ദൈവമായ കർത്താവിന് ഞാൻ ഔദാര്യത്തിന് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ശെക്കൽ വെള്ളിക്ക് മെതിക്കളവും കന്നുകാലിയെയും വാങ്ങി. അവിടെ ദാവീദ് കർത്താവിന് ഒരു ബലിപീഠം പണിതു. അവൻ കർത്താവിന് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. കർത്താവ് നാടിന് വേണ്ടിയുള്ള അപേക്ഷ കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി പിൻവലിക്കപ്പെട്ടു. ഏശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം. യൂദായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യാ കണ്ട ദർശനം. അന്ത്യനാളുകളിൽ ഇപ്രകാരം സംഭവിക്കും. കർത്താവിന്റെ ആലയത്തിന്റെ പർവ്വതങ്ങൾക്ക് മുകളിൽ ഉറപ്പിക്കപ്പെടും. എല്ലാ മലകളേക്കാൾ ഉയർത്തപ്പെടുകയും ചെയ്യും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ അവിടേക്ക് പോവുകയും കർത്താവ് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിനും നാം അവിടുത്തെ പാതകളിൽ ചരിക്കുന്നതിനുമായി വരുവിൻ. നമുക്ക് അവിടുത്തെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം എന്ന് പറയുകയും ചെയ്യും. കാരണം നിയമം സീദോനിൽ നിന്ന് പുറപ്പെടും, കർത്താവിന്റെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യേ വിധി നടത്തുകയും ജനപദങ്ങളുടെ തർക്കങ്ങൾക്ക് തീരുമാനമെടുക്കുകയും ചെയ്യും. അവരുടെ വാളുകൾ കൊഴുക്കളാലും അവരുടെ കുന്തങ്ങൾ അരിവാളുകളാലും അവർ അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. യാക്കോബിന്റെ ഭവനമേ വരുക, നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. അങ്ങ് സ്വജനത്തെ, യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം അവർ ആഭിചാരകരെ കൊണ്ടും ഫിലിസ്തീനെ പോലെ ഭാവി പറയുന്നവരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. പരദേശികളുടെ സന്തതികളുമായി അവർ കൂട്ടുചേരുന്നു. അവന്റെ ദേശം നിറയെ സ്വർണവും വെള്ളിയുമാണ്. അവന്റെ നിക്ഷേപങ്ങൾ കളവില്ല. അവന്റെ ദേശം നിറയെ കുതിരകളാണ്. അവന്റെ രഥങ്ങൾ സംഖ്യാതീതമാണ്. അവന്റെ ദേശം നിറയെ വിഗ്രഹങ്ങളാണ്. തങ്ങളുടെ കരവേലയ്ക്കു നേരെ, തങ്ങളുടെ അങ്കുലി നിർമ്മിതിക്കു നേരെ അവർ കുമ്പിടുന്നു. മർത്യൻ അപമാനിതനായി. ഓരോരുത്തരും സ്വയം മാനം കെടുത്തി. അവരോട് ക്ഷമിക്കരുതേ. കർത്താവിന്റെ ഭീകരത നിമിത്തവും അവിടുത്തെ മഹിമയുടെ ഔന്നത്യം നിമിത്തവും നീ പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുകയും പൊടിയിൽ ഒളിക്കുകയും ചെയ്യുക. മർത്യന്റെ ഗർവിഷ്ഠ നയങ്ങൾ താഴ്ത്തപ്പെടും. മനുഷ്യന്റെ അഹങ്കാരം അസ്തമിക്കും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. എന്തെന്നാൽ ഓരോ അഹങ്കാരിക്കും ഗർവിഷ്ഠനുമേലും ഓരോ ഉന്നത ഭാവത്തിനുമേലും സൈന്യങ്ങളുടെ കർത്താവിന് ഒരു ദിനമുണ്ട്. ഉന്നതവും ഉത്തുംഗവുമായ എല്ലാ ലെബനോൻ ദേവദാരുകൾക്കുമെതിരെയും ഭാഷാനിലെ എല്ലാ കരുവേലകൾക്കുമെതിരെയും ഉന്നതമായ എല്ലാ പർവ്വതങ്ങൾക്കുമെതിരെയും ഉത്തുംഗമായ എല്ലാ കുന്നുകൾക്കുമെതിരെയും ഉന്നതമായ ഓരോ ഗോപുരത്തിനുമെതിരെയും ഓരോ ശക്തി ദുർഗത്തിനുമെതിരെയും താർശിഷിലെ എല്ലാ കപ്പലുകൾക്കുമെതിരെയും മനോഹരമായ എല്ലാ യാനങ്ങൾക്കുമെതിരെയും തന്നെ. മർത്യന്റെ ഗർവം താഴ്ത്തപ്പെടും. മനുഷ്യന്റെ അഹങ്കാരം അസ്തമിക്കും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. വിഗ്രഹങ്ങൾ നിശേഷം തകർന്നു പോകും. ഭൂമിയെ ഭയപ്പെടുത്താൻ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ മഹിമയുടെ ഔന്നത്യത്തിന്റെയും അവിടുത്തെക്കുറിച്ചുള്ള ഭീതിയുടെയും മുൻപിൽ അവർ പാറയിടുക്കുകളിലും മൺപോടുകളിലും പ്രവേശിക്കും. തനിക്ക് ആരാധിക്കാൻ വേണ്ടി മർത്യൻ നിർമ്മിച്ച വെള്ളി വിഗ്രഹങ്ങളും സ്വർണ വിഗ്രഹങ്ങളും അവർ അന്ന് തുരപ്പനലികകൾക്കും വവ്വാലുകൾക്കും എറിഞ്ഞുകൊടുക്കും. ഇത് ഭൂമിയെ ഭയപ്പെടുത്താൻ
കർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവന്റെ മഹിമയുടെ ഔന്നത്യവും അവനെക്കുറിച്ചുള്ള ഭീതിയും നിമിത്തം അവർ പാറയിടുക്കുകളിലും പാറയുടെ വിള്ളലുകളിലും കയറിപ്പറ്റാൻ വേണ്ടിയാണ്. നാസികയിൽ ശ്വാസമുള്ള മർത്യനിൽ നിന്ന് അകലുവിൻ. എന്ത് കാര്യത്താലാണ് അവന് ശ്രേഷ്ഠതയുള്ളത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 71 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും? തന്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതൽ അവൻ അറിഞ്ഞിരുന്നു. അവന് പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും നൽകപ്പെടുന്നവനല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ ഏറെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീടൊരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അപ്പോൾ യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയാത്തോയുടെ മകൻ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റുകൊടുക്കാനിരുന്നത്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ